ഈ വർഷം ബാങ്കിൽ ഒരു ജോലി നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ച ഒരു അവസരം കൂടിയാണ് വന്നിരിക്കുന്നത്. SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആദ്യം നമുക്ക് SBI IBPS POയുടെ നോട്ടിഫിക്കേഷൻസ് വന്നു, അതിനുശേഷം IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നു, ഇപ്പൊ ഇതാ SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. വിശദമായിട്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലേക്ക് ഒന്ന് കടക്കാം. നിങ്ങൾ നോക്കുക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അവരുടെ ജൂനിയർ അസോസിയേറ്റ് അല്ലെങ്കിൽ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഏകദേശം 11,304 വേക്കൻസി, അതിൽ 7,630 നമ്മുടെ റെഗുലർ വേക്കൻസീസും അതുപോലെ 1,440 ബാക്ക്ലോഗ് വേക്കൻസീസും 1,538 സ്പെഷ്യൽ വേക്കൻസീസും ചേർന്നിട്ടാണ് 11,000 വേക്കൻസി ഇപ്പോൾ നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഓൺലൈനായിട്ടാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ മോഡ് വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് ജനറലിന്റെ കാറ്റഗറി 20 to 28 ഇയേഴ്സ് ആണ് വരേണ്ടത്. ഗ്രാജുവേഷൻ, എനി ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ക്ലറിക്കൽ എക്സാമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിൽ പ്രിലിംസ്, മെയിൻസ് എന്ന് പറയുന്ന രണ്ട് പരീക്ഷകൾ, ഇന്റർവ്യൂ ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പ്രിലിംസ്, മെയിൻസ് എന്ന് പറയുന്ന രണ്ട് പരീക്ഷകളും ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റും മാത്രമാണ് ഇവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. എക്സാമിന്റെ മോഡും ഓൺലൈൻ തന്നെയാണ്. സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 46,000 ആണ്. ഇതിൽ അലവൻസ് മറ്റു കാര്യങ്ങൾ ചേർന്നുള്ള സ്റ്റാർട്ടിംഗ് സാലറിയാണ്. നിങ്ങൾക്കറിയാം, ബാങ്ക് ജോബ് എന്ന് പറയുമ്പോൾ ഒരുപാട് അലവൻസുകളാണ്. ബേസിക് സാലറി, DA പ്ലസ് ധാരാളം അലവൻസുകൾ ചേരുന്നതാണ് ബാങ്ക് ജോബ്. ഒരുപാട് പേര് ക്ലറിക്കൽ പോസ്റ്റിനെ വളരെ അട്രാക്റ്റീവ് പോസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു PO പോസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ സമയം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, കുറെ കൂടെ റെസ്പോൺസിബിലിറ്റി വരും. അപ്പോൾ ഒരു 10 to 5 ഓഫീസ് ജോബ് പോലെ കാണാൻ സാധിക്കുന്ന ഒരു ജോബാണ് ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ എങ്ങനെ കാണുന്നു, ഈ ഒരു ക്ലറിക്കൽ ജോബ് മതി എന്ന് ചിന്തിച്ച് IBPS ക്ലർക്ക്, SBI ക്ലർക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ അക്കാഡമിയിൽ വരുന്ന കുട്ടികളുടെ ചോദിക്കുമ്പോൾ കൂടുതൽ പേരും പറയുന്നത്, സർ ക്ലറിക്കൽ ജോബ് നേടിയെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ദിശ അക്കാഡമിയുടെ കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം ബ്രാഞ്ചുകളിൽ ഓഫ്ലൈൻ ബാച്ചുകളും ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിൽ റെഗുലർ ബാച്ചുകളും ഈ ക്ലറിക്കൽ എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസുകൾ അവൈലബിൾ ആണ്. SBI.bank.in എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വിശദമായ ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് നോക്കാം. എന്താണ് അടുത്തത് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ് നോക്കൂ, നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെന്ന് പറയാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 ഓഗസ്റ്റ് 2026. അതിപ്പോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്ന് വരെ അപ്ലൈ ചെയ്യാം? 31 ഓഗസ്റ്റ് 2026 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമിന്റെ ഡേറ്റ് ആണ്. ഏകദേശം സെപ്റ്റംബറിലാണ് പ്രിലിംസ് വരുന്നത്, മെയിൻസ് വരുന്നത് നവംബറാണ്. IBPS-ഉമായിട്ട് നമ്മൾ നോക്കുമ്പോൾ IBPS പ്രിലിംസിന്റെ ഡേറ്റ് എന്നാണ് അവർ പറഞ്ഞത്? ഒക്ടോബർ ആണ്. മെയിൻസ് വരുന്നത് ഡിസംബർ ആണ്. ഇവിടെയോ സെപ്റ്റംബറിലാണ് പ്രിലിംസ് വരുന്നത്, നവംബറിലാണ് നമുക്ക് മെയിൻസ് വരുന്നത്. അപ്പോൾ ഒരേ രീതിയിൽ, ഒരേ പാറ്റേണിൽ പഠിച്ചു പോകാൻ പറ്റുന്ന രണ്ട് പരീക്ഷകളാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഈ അവസരം ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ആളും മിസ് ചെയ്യരുത്. ബാങ്ക് ജോലി നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരും മിസ് ചെയ്യരുത്. നമ്മളെ പലരും പല രീതിയിൽ പറയുമ്പോൾ ബാങ്ക് ജോലിയോ ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഓപ്പണിംഗ് ഇല്ല, കേരളത്തിൽ ഓപ്പണിംഗ് ഇല്ല, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ താഴോട്ട് വലിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ IBPS ക്ലർക്കിന് നമുക്ക് അത്യാവശ്യം ഓപ്പണിങ്ങുകളുണ്ട്, SBI ക്ലർക്കിന് നമുക്ക് അത്യാവശ്യം ഓപ്പണിംഗ് ഉണ്ട്. ഒരേ പാറ്റേണിൽ പഠിക്കാൻ പറ്റുന്ന പരീക്ഷകളാണ്. നിങ്ങളുടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള പരീക്ഷകൾ. അപ്പൊ തീർച്ചയായിട്ടും ഈ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് ഈ ഡേറ്റ് കൂടി ശ്രദ്ധിക്കുക. സെപ്റ്റംബറിൽ പ്രിലിംസ്, മെയിൻസ് വരുന്നത് നവംബറിലാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കുമല്ലോ. ഇനി അടുത്ത നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, 20 to 28 ഇയേഴ്സ് ആണ് വരുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുന്ന 1/4/2026 വെച്ചിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മിനിമം ഏജ് ലിമിറ്റ്, മാക്സിമം ഏജ് ലിമിറ്റ്. ഏജിൽ തന്നെ ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട് കേട്ടോ. OBC ആളുകൾക്ക് 3 ഇയർ വരുന്നുണ്ട്, SC/ST ആളുകൾക്ക് 5 ഇയർ റിലാക്സേഷൻസ് വരുന്നുണ്ട്. അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് 10 ഇയർ റിലാക്സേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഏജ് റിലാക്സേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ മനസ്സിലാക്കി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആ ഇൻഫർമേഷൻസ് കിട്ടിയല്ലോ. ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്?
ഇനി നിങ്ങൾക്ക് നോർമലി അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടോ? ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് കേട്ടോ. 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ജനറൽ OBC EWS കാറ്റഗറി ആളുകൾക്ക് 750 റുപ്പീസ് വേണം. അതർ കാറ്റഗറി ആളുകൾക്ക് എന്താണ്, നില്ലാണ് വേണ്ട, ആപ്ലിക്കേഷൻ ഫീ ഇല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീ ഉണ്ടെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത്. ചില ആളുകൾ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടെന്ന് സാർ വേണ്ട, അപ്ലൈ ചെയ്യേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്താണ് പഠിക്കേണ്ടത് മക്കളെ? നമ്മുടെ IBPS ക്ലർക്കിന്റെ അതേ പാറ്റേൺ തന്നെയാണ് പ്രിലിംസിന് വരുന്നത്, മെയിൻസിന് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, 3 സബ്ജക്റ്റുകളെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ബാങ്ക് എക്സാമുകൾക്ക് പ്രിലിംസിൽ ഇംഗ്ലീഷ്, റീസണിങ്, അതുപോലെ തന്നെ മാത്സ്. അത് തന്നെയാ. നോക്കൂ, 3 സബ്ജക്ട്സ്. ഇംഗ്ലീഷ്, രണ്ടാമത്തെ സബ്ജക്ട് ഏതാ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്. പിന്നെ എന്താണ്? റീസണിങ്. ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് നോക്കാം. 30 ക്വസ്റ്റ്യൻസ്, 35 ക്വസ്റ്റ്യൻസ്, 35 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 100 ക്വസ്റ്റ്യൻസ്. മാർക്കും സിമിലർലി 1 മാർക്ക് വീതമാണ്. അതുകൊണ്ട് 100 മാർക്സ് ആണ് വരുന്നത്. 30 ഫോർ ഇംഗ്ലീഷ്, 35 ഫോർ മാത്സ് ആൻഡ് 35 ഫോർ റീസണിങ്. അങ്ങനെ ഇവിടെ ടൈം സ്ലോട്ട് ഉണ്ട്. 20 വീതം വരുന്ന 20 മിനിറ്റ്സിന്റെ ടൈം സ്ലോട്ട് ഉണ്ട് ഓരോ പാർട്ടിനും. അങ്ങനെ ടോട്ടൽ 60 മിനിറ്റ്സ്, 1 അവർ വരുന്ന ഒരു പ്രിലിംസ് എക്സാം ആണ് നമ്മൾ ആദ്യ കടമ്പയായി പാസ്സാവേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതിനുശേഷം എന്ത് വരുന്നുണ്ട്? മെയിൻസ് കൂടിയേ ഉള്ളൂ. അപ്പൊ മെയിൻസ് എക്സാമിന് പിന്നെ എന്താ പഠിക്കാനുള്ളത്? ദാ നോക്കിയേ, മെയിൻസ് എക്സാമിന് പഠിക്കാനുള്ളത് നമ്മൾ ഈ പഠിച്ച മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് അതുപോലെ തന്നെയുണ്ട്. കൂടാതെ ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അതിന് 50 ക്വസ്റ്റ്യൻസ് ആൻഡ് 50 മാർക്സ് ഉണ്ട്. ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്. പിന്നെ ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ് ആൻഡ് 50 മാർക്ക്. റീസണിങ് 50 ക്വസ്റ്റ്യൻസ് ആൻഡ് 60 മാർക്ക്. അങ്ങനെ ടോട്ടൽ 190 ക്വസ്റ്റ്യൻസ് ആൻഡ് 200 മാർക്സ്. ടോട്ടൽ ടൈം നമുക്ക് കിട്ടുന്നത് 2 hours 40 minutes ആണ്. 2 മണിക്കൂറും 40 മിനിറ്റ്സുമാണ് നമുക്ക് ടോട്ടൽ മെയിൻസിന് വേണ്ടി കിട്ടുന്ന ടൈം. ഇവിടെയും ടൈം സ്ലോട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. കൃത്യമായി ആ ടൈം സ്ലോട്ട് വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്തിട്ട് പോകാൻ. അപ്പോൾ ഈ വർഷം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയട്ടെ, ബാങ്ക് പരീക്ഷ നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ഓപ്പണിംഗ് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബാങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മികച്ച അവസരമാണ്. കൂടാതെ നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ജോലികൾക്ക് ട്രൈ ചെയ്യുന്നവർക്ക് SSC ഒരു ഓപ്ഷനാണ്, റെയിൽവേ മറ്റൊരു ഓപ്ഷനാണ്. ദിശ അക്കാഡമി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എക്സ്ക്ലൂസീവ്ലി ബാങ്ക്, SSC, റെയിൽവേ ക്ലാസ്സുകൾക്കാണ്. കാരണം ഏകദേശം ഒരേ പാറ്റേൺ എന്ന് നമുക്ക് പറയാം. മാത്സും റീസണിങ്ങിനും ഒക്കെ വെയിറ്റേജ് ഉള്ള, ഇംഗ്ലീഷിനൊക്കെ വെയിറ്റേജ് ഉള്ള എക്സാമുകൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ബാങ്ക് എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് അതിന്റെ ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കണം, ബാങ്ക് ഓറിയന്റഡ് ആയിട്ട്. ഇപ്പൊ ദിശ അക്കാഡമി, ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ റെഗുലർ ആയിട്ടുള്ള ബാച്ച്, ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ബാങ്കിന്റെ റെഗുലർ ബാച്ചിലൂടെ കൃത്യമായിട്ട് എക്സാമിന് വേണ്ടി ഈ പറയുന്ന ക്ലറിക്കൽ എക്സാംസ്, IBPS ക്ലർക്ക്, SBI ക്ലർക്ക് എക്സാംസിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണ്? ഫ്രീഡം സെയിലിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 20% ഓഫ് ഓഗസ്റ്റ് 12 മുതൽ ഓഗസ്റ്റ് 15 വരെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിശ അക്കാഡമിയുടെ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം ബ്രാഞ്ചുകളിൽ എക്സ്ക്ലൂസീവ് ബാച്ചസ് ഫോർ SBI ആൻഡ് IBPS ക്ലർക്കിന് വേണ്ടിയുണ്ട്. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അവസരം എന്ത് ചെയ്യരുത് മക്കളെ, മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും ഈ ഓപ്പണിംഗ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.